ഏ അ- അച്ഛൻ അച്ഛൻ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ അത് നിനക്ക് കുടിക്കാമെങ്കിൽ എനിക്കെന്താ ആയിക്കൂടെ? വാ, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. അച്ഛാ, അത് പിരിമുറുക്കം താങ്ങാൻ പറ്റുന്നില്ല, അതാ. നീ കുറച്ച് ദിവസമായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്നിട്ട് വല്ല കുറവും ഉണ്ടായോ? കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയോടും മക്കളോടും തട്ടിക്കയറുക, പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുക, അയൽക്കാരെ തെറി വിളിക്കുക, ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ? ഈ പറഞ്ഞതൊക്കെ നിന്റെ പിരിമുറുക്കം കൂട്ടിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ മോനെ ഈ അനാവശ്യ പണിക്ക് നിൽക്കുന്നേ? എന്തുണ്ടേലും എന്നോട് പറ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഇല്ലടാ. എന്തിനാ ഉള്ളിലിട്ട് ഇങ്ങനെ പെരുക്കുന്നേ? വാ. ഇപ്പോ മനസ്സിനൊരു സുഖം തോന്നുന്നില്ലേ? ഉണ്ടച്ചാ. നമ്മുടെ മാനസിക ശാരീരിക സന്തുലനാവസ്ഥയെ നിലനിർത്താനും സംരക്ഷിക്കാനും സ്ട്രെസ് ഒരു പരിധിവരെ നല്ലതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ സ്ട്രെസ് ഇല്ലാതെ ജീവിതമില്ല. ജോലി, കുടുംബം, അവിചാരിതമായ സംഭവങ്ങൾ, പ്രണയപരാജയം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ കഴിയാത്തത് തുടങ്ങി എവിടെ നിന്നും മാനസിക പിരിമുറുക്കങ്ങൾ വരാം. സ്വയം നിരീക്ഷിക്കുക, പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം സംഭരിക്കുക, മനസ്സിനും ശരീരത്തിനും ഊർജവും ശാന്തതയും ലഭിക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുക, ധ്യാനവും യോഗയും ശീലമാക്കുക. അമിതമായ പിരിമുറുക്കം നമുക്ക് അപകടമാണ്. ലെറ്റ് us ചേഞ്ച്.